പുതിയങ്ങാടി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പുതുതായി സ്ഥാപിച്ച ഡിജിറ്റൽ ബോർഡിന്റെ ഉദ്ഘാടനം ഡോക്ടർ മിലി മോളി നിർവഹിച്ചു. പുതിയങ്ങാടി ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിന ആഘോഷവും പുതിയ ഡിജിറ്റൽ ബോർഡിന്റെ ഉദ്ഘാടനവും നടന്നു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മലയാളി അസോസിയേഷൻ കേരള വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴം പച്ചക്കറിക്കോട്ടം നിർമ്മാണം നടന്നു. മയൂര ശ്രേയസ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മനോജ് പൂളക്കൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കമ്പി, കോൺക്രീറ്റും കല്ലും കരിക്കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലേ ഇത്രയും വലിയ സിമന്റ് അല്ലെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കെട്ടിടത്തിന്റെ, ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ആയുസ് എത്ര വർഷമായിരിക്കും അറിയോ? ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ആയുസ് എത്ര വർഷമാണെന്നറിയോ? ഒരു 30, പരമാവധി പോയാൽ 40 വർഷം. ഇത് കഴിഞ്ഞാൽ ഈ 60 നില, 70 നില, 100 നില കെട്ടിടങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം? ഇടിച്ചു പൊളിച്ച് കളയണം അല്ലെ? എന്നിട്ട് പുതിയത് ഉണ്ടാക്കണം. ഇത്രയും സാധനങ്ങൾ ഇടിച്ചു പൊളിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എത്രയാണ്? ഏഞ്ചൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഡിജിറ്റൽ ബോർഡ് സംഭാവന ചെയ്തത്. മലബാർ ഹോസ്പിറ്റൽ MD മിലി മോളി ബോർഡ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് മലബാർ ആശുപത്രിയുടെ CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ആർക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതായിട്ട് വന്നില്ല. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. കാരണം നിങ്ങളാണ് നാളത്തെ ഈ നാടിനെ നയിക്കേണ്ട ആൾക്കാർ. നിങ്ങളെ നമ്മൾ നേർപാതയിലൂടെ നയിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു നാട് നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലേ? നിങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ട ആൾക്കാർ അല്ലേ? ചേവാർ EU ശ്യാംജിത്ത, പ്രധാന അധ്യാപിക സുജാത, വാർഡ് കൗൺസിലർ T മുരളീധരൻ, PTA വൈസ് പ്രസിഡന്റ് ഷംല ഭാനു തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.